ലിസബത്തിന് ബോയ് ഫ്രണ്ട് ഉണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ പ്രേമം ഉണ്ടായിരുന്നു. എനിക്കാ മമ്മൂട്ടിയുടെ ഈ അടുത്തുണ്ടായ സിനിമയിലെ പോലെ ഒരു ബുക്കില്ലേ, ബുക്കില്ല പക്ഷെ എനിക്ക് അങ്ങനത്തെ ഇച്ചിരി സ്പേസ് ഉണ്ടായിക്കോട്ടെ, അവൻ ഇവിടെ കിടന്നിട്ടുണ്ട്. ടൈപ്പ് അറിഞ്ഞില്ല. ലിസബത്തിന്റെ ടൈപ്പ് എന്തും പോകുന്നാണോ പറഞ്ഞത്? അയ്യോ കളങ്കാവൻ ഫീമെയിൽ വെർഷൻ അല്ലേ? ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യണം, പിൻവലിക്കണം ക്വസ്റ്റ്യൻ. കം ടു മൈ റൂം, കം ടു മൈ റൂം. നിങ്ങളെ അവരാണ് പുറത്തോട്. പിന്നെ എലിസബത്തിനോടായിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് വേറൊരു കാര്യമാണ്. മറ്റേ ഈ കോളേജിൽ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് ചോദിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. എലിസബത്തിന് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ലൈക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറെ പേര് അറിയാൻ ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കാം. സത്യം പറഞ്ഞാ നീ ആയോണ്ട് ഉത്തരം ഞാൻ പറയും, അല്ലെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ പിൻവലിച്ചാൽ കുഴപ്പമില്ല. എന്നോട് മാത്രമായിട്ട് പറഞ്ഞോ, പിന്നെ വേറെ ആൾക്കാർ അറിയില്ല, നാട്ടുകാർ അറിയത്തില്ല, നമ്മളുടെ മാത്രം. സത്യം പറഞ്ഞില്ല. അപ്പൊ ഇത് ആർക്ക് ഇതൊക്കെ ഉള്ളേ? നിനക്ക് നിന്റെ കാര്യത്തിൽ പറയണ്ട, ഞാൻ പറയാം. നീ കുറച്ചു ഞാൻ കണ്ടറിയാം. ചോദ്യമൊക്കെ ചോദിക്കുമ്പോ ഞാൻ കണ്ണാടി വെച്ചിരിക്കണ്ടായിരുന്നു. അത് നിനക്ക് പ്രശ്നമായണ്ട. എന്ത് പ്രശ്നം? എന്താ നിന്റെ ഗേൾഫ്രണ്ടിന്റെ സബ്ജക്ട് ഞാൻ സംസാരിക്കണോ? വാട്ട് സബ്ജക്ട്? ഗേൾഫ്രണ്ട് ഇല്ലെങ്കിൽ എന്തൊക്കെ അപവാദങ്ങളാണല്ലേ ആൾക്കാര് പറഞ്ഞുണ്ടാക്കിയതല്ലേ എന്നെ കുറിച്ച്? എന്തൊക്കെ ബോയ് ഫ്രണ്ട് ഉണ്ട്, ഗേൾ ഫ്രണ്ട് ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് പടത്തില് ഒരു പ്രേമം സബ്ജക്റ്റ് ഉള്ളത് എനിക്ക് മാത്രം. എനിക്കില്ലല്ലോ, എനിക്ക് പ്രേമമേ ഇല്ലല്ലോ ഇതിനകത്ത്. എന്നോടാലോ പ്രേമം ഇല്ലേ? എനിക്ക് തിരിച്ചില്ലല്ലോ. ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ വരുന്നോടാ എനിക്കില്ലായിരുന്നു. ഞാനൊരു അൾട്രാ സൈക്കോണ പടത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും സത്യം. എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തപ്പി അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല. പിന്നെ പക്ഷെ ഞാൻ പറയട്ടെ, ഒരുപാടങ്ങ് പറയണ്ട, ആൾക്കാര് കാണാതിരിക്കും പടം. ഏത് ക്യാരക്ടർ ഭയങ്കര അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേറൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടല്ലോ. ഏത് ചുമ്മാ വരുന്ന ഒരു ക്യാരക്ടർ അല്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്ന പ്രേമം മൂഡ് നിനക്ക് മാത്രമേ ഉള്ളൂ. ഉള്ളിന്റെ ഉള്ളിൽ പ്രേമം ഉണ്ടായിരുന്നു. എനിക്കാ ഉണ്ടായിരുന്നു. അതോ വരുൺ നിന്റെ ടൈപ്പ് അല്ലായിരുന്നു? വരുൺ എന്റെ ടൈപ്പേ അല്ലായിരുന്നു. ആണോ? അപ്പൊ എന്താണ് നിന്റെ ടൈപ്പ്? വരുൺ എന്റെ ടൈപ്പ് എന്തായിരിക്കും? എന്റെ ടൈപ്പ് ഞാൻ അവിടെ നിന്ന് റിയലൈസ് ചെയ്തിട്ടില്ല. എന്റെ ഞാൻ ഭയങ്കരമായിട്ട് അംബീഷ്യസ് ആണ്. ഞാനിങ്ങനെ എനിക്ക് എന്റെ ടാർഗറ്റ് ഒക്കെ ആ പടത്തിലുണ്ട്. എനിക്കിങ്ങനെ ഇതൊക്കെയാ ചെയ്യണ്ടേ, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാ നിൽക്കുന്നത്. പക്ഷെ അത് ഐഡ എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ലേ, അംബീഷ്യസും ഫോക്കസ്ഡും പല അതും ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ഞാനാണെങ്കിൽ ലിസബത്ത് വരുണോട്, ലിസബത്തിനെയാണ് എനിക്ക് അറിയേണ്ടത്. ലിസബത്തിന് വരുണോട് എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവാനാ? വരുണോട് വേണ്ട. ലിസബത്തിന് വരുന്ന പറഞ്ഞ ടൈപ്പേ പറ്റത്തില്ല. ആണോ? അപ്പൊ ലിസബത്തിന്റെ ടൈപ്പ് എന്താണ്? അതാണ് എനിക്ക് അറിയേണ്ടത്. അത് അങ്ങോട്ട് എനിക്ക് നോക്കില്ല. അയ്യോ അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ പറയല്ലേ. സത്യം പറയാം, എനിക്ക് മറ്റേ മമ്മൂട്ടിയുടെ ഈ അടുത്തുണ്ടായ സിനിമയിലെ പോലെ ഒരു ബുക്കില്ലേ, ബുക്കില്ല പക്ഷെ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, പക്ഷെ ഉള്ളത് പറയല്ല, അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എക്സ്പ്ലോറിംഗ് ആണല്ലോ പരിപാടി മൊത്തത്തിൽ. ഏത് കളങ്കാവല്ലേ മമ്മൂട്ടി അതിനപ്പോ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ഇല്ല, നമ്മളെല്ലാം സ്പോട്ടിൽ നമ്മൾ ഇടുന്ന പരിപാടിയാണല്ലോ. നമ്മള് സ്പോണ്ടേനിയസ് പരിപാടിയാണല്ലോ നമ്മൾ പിടിക്കാറ്. നമ്മളൊന്നിനെങ്ങനെ പ്രിപ്പയർ ചെയ്യാറില്ല. അപ്പൊ ഞാൻ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഞാൻ തിരിച്ചു ചോദിക്കാം. അപ്പൊ പ്രിൻസിന്റെ ടൈപ്പ് എന്താണ്? അയ്യോ ടൈപ്പ് അറിഞ്ഞില്ലല്ലോ. അല്ലാണ്ട് ടൈപ്പ് അറിഞ്ഞില്ല. ലിസബത്തിന്റെ ടൈപ്പ് എന്തും പോകുന്നാണോ പറഞ്ഞു? എന്തും പോകുന്നാണോ ഉദ്ദേശിച്ചത്? അല്ല എനിക്കൊന്നും നമ്മുടെ അവസാനം ടൈപ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞു നിർത്തുന്നുണ്ട്. എന്തും പോകുന്നുള്ള സാധനം എന്റെ കാര്യമല്ലേ? അപ്പൊ ലിസബത്ത് പറയൂ, അപ്പൊ എന്റെ കാര്യം എന്തും പോകും. ഓക്കെ അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമ്മൾ എന്തിനാ അത് ഒരു മിസ്റ്ററി ആയിട്ട് ഇരുന്നോട്ടെ. മിസ്റ്ററി എന്നാ പിന്നെ എന്റെ മിസ്റ്ററി ആവണം. അയ്യോ അല്ല അങ്ങനെ പറയരുത്. എന്നാ പിന്നെ എന്റെ മിസ്റ്ററി ആവണം. അല്ല ലിസബത്തിനോട് ഞാൻ ആദ്യം ചോദിച്ചത് ചോദിക്കാം എന്താ അതല്ലേ സബ്ജക്ട് എനിക്ക് മനസ്സിലാവും. എനിക്കറിയത്തില്ല. നമുക്ക് ലിസബത്ത് ഞാൻ പറയാലോ, മറ്റേ ലിസബത്തിന് ഒരുപാട് പടങ്ങൾ ഇനി ചെയ്യും ഭാവിയിൽ. ഹോപ്പ്ഫുള്ളി
അപ്പോ ചെയ്യുമ്പോഴേക്കും ഓഫ് കോഴ്സ് ലിസബത്തിനെ കാണുന്ന ആൾക്കാർക്ക് ഒരു ആകാംക്ഷ ഉണ്ട്, ലിസബത്തിന് ബോയ് ഫ്രണ്ട് ഉണ്ട്, ലിസബത്തിന് ടൈപ്പ് എന്തായിരിക്കും, ലിസബത്തിനെ ഇപ്പൊ വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓ അതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ റിഗ്രറ്റിന്റെ കാര്യം. വിചാരിച്ച ഇവരാണ് എന്റെ ടൈപ്പ് എന്ന് വിചാരിച്ചിരുന്നു. എന്റെ ടൈപ്പ് അതെന്ത് പരിപാടിയാണ് ലിസബത്തെ? ലൈക്ക് ഒരാള് ലൈക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ യെസ് പറയുന്നു, അതിനുശേഷം ടൈപ്പ് അല്ലെന്ന് മനസ്സിലാക്കുന്നു, എനിക്ക് അതാണോ ലിസബത്തിന്റെ പരിപാടി? അല്ല അല്ല അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ കളങ്കാവൽ ഫീമെയിൽ വെർഷൻ അല്ലേ? ലിസബത്ത് അല്ലേ? സൈലന്റ് ലിസബത്ത് എന്നായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെയൊന്നുമില്ല സത്യം പറഞ്ഞ. ഇതുവരെ കിട്ടിയിട്ടില്ല ആളെ, അതാണ് സംഭവം ഉദ്ദേശിച്ചത്. സത്യം ഇതുവരെ അല്ല സംഭവം സത്യം പറഞ്ഞാൽ ഇതുവരെ ലിസബത്ത് ഉദ്ദേശിച്ച ഒരാളെ കിട്ടിയിട്ടില്ല. അതാണ് ലിസബത്ത് ഉദ്ദേശിച്ചു വരുന്ന പോയിന്റ് അല്ലേ? ഇത് ചുമ്മാ ക്യാമറ വെച്ചിരിക്കുന്ന വിചാരിച്ചു നമ്മളെ പിടിച്ചിട്ടല്ലേ? നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് തെന്നി മാറുന്നു. അതല്ലേ പറഞ്ഞ എനിക്ക് എന്റെ ടൈപ്പ് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. അത് നടക്കേണ്ട ഒരു കാര്യമാണ്. നമ്മള് ഭയങ്കര ടൈപ്പ് ഇതൊക്കെ ചിന്തിച്ച് സമയങ്ങളിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അങ്ങനെ തിരക്കി വരുമോ? അപ്പൊ ഞാനിത് അങ്ങനെ അറിഞ്ഞാലേ ആൾക്കാർക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇവനായോണ്ട് ഞാൻ ചോദ്യത്തിന് അല്ലെങ്കിൽ ഇന്റർവ്യൂവർ ആണെന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യണം, പിൻവലിക്കണം ക്വസ്റ്റ്യൻ. കം ടു മൈ റൂം, കം ടു മൈ റൂം. ഓക്കെ ഓക്കെ. അപ്പൊ ലൈക്ക് ടൈപ്പ് എന്നുള്ള സംഭവം നമുക്ക് വിടാം. സങ്കല്പങ്ങൾ ഉണ്ടാവൂലേ ലിസബത്തിന്റെ ലൈഫിൽ ഒരാൾ വരുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ആവണം. ലൈക്ക് ഒരു മാനിൽ നിന്ന് ലിസബത്ത് ഉദ്ദേശിക്കുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു നീഡ് എന്തായിരിക്കും? പൊതുവായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് കൂട്ടിക്കുക. അതൊക്കെ പറഞ്ഞ അല്ല മേ ബി എനിക്ക് തോന്നുന്നു ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നിനക്ക് തന്നെ കണ്ടിട്ട് എന്തായിരിക്കും എന്റെ ഒരു ടൈപ്പ് എന്ന് നിനക്ക് തോന്നുന്നത്? അതിപ്പോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പൊ നിന്റെ ഉത്തരം നീ ഒന്ന് ചിന്തിക്കുക. ഞാൻ പറയാം. ഇതെന്ന് വെച്ചാൽ ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ളത് നീ എന്നെ ജഡ്ജ് ചെയ്തൊന്ന് ചിന്തിക്കുന്ന. അല്ലല്ല ജഡ്ജ് ചെയ്യുന്നില്ല. നീ ഒരു ജഡ്ജ് ചെയ്തുണ്ടാവല്ലോ. ഓക്കെ ഇവളുടെ ടൈപ്പ് ഇതായിരിക്കും. അതെന്താ? ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു ഈ മനുഷ്യരെല്ലാരും പറയും നമ്മൾ മനുഷ്യരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. പക്ഷെ നീ ജഡ്ജ് ചെയ്ത് വെച്ചിട്ടില്ല. ഞാൻ മാത്രല്ല എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യർക്കും ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും. അതാണല്ലോ ഇംപ്രഷൻ എന്നുള്ള സാധനം. ലൈക്ക് ഫസ്റ്റ് ഇംപ്രഷൻ വെച്ചാൽ അതൊരു ജഡ്ജ്മെന്റ് ആണ് അല്ലേ എന്റെ അറിവില്. ഇപ്പൊ ഫസ്റ്റ് ഇംപ്രഷൻ ഇപ്പൊ നമുക്കൊരാൾ നല്ലപോലെ ഡ്രസ് ചെയ്യുന്നു, നല്ലപോലെ കോംബ് ചെയ്യുന്നു, നല്ലപോലെ മുടി വെക്കുന്നു, നല്ലപോലെ ഹെയർ അതെല്ലാം ലൈക്ക് ഫേസ്, ക്ലോത്ത്സ് ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സംസാരിക്കുന്ന രീതി എല്ലാം. അപ്പോഴേക്കും അതെല്ലാം ഒരു ഇംപ്രഷന്റെ ഭാഗമാണ്. അതാണല്ലോ ജഡ്ജ്മെന്റ്. അപ്പോഴേക്കും നമുക്കിപ്പോ ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മറ്റേ ഒരാൾക്ക് ഒരു പെണ്ണിന് എന്താണ് ശരിക്കും ഒരു ആണിൽ നിന്ന് വേണ്ട ഒരു നീഡ് എന്ന് പറയുന്ന ഒരു സാധനം. അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് അല്ല ലിസബത്തിന് ആദ്യമേ മൊത്തം എന്നോട് ചോദ്യം ചോദിച്ചിട്ട് ലിസബത്തിനോട് എന്തുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് ചോദ്യം ചോദിക്കുന്നില്ല എന്നായിരുന്നു ലിസബത്തിന്റെ അടുത്ത്. അപ്പോഴേക്ക് ഞാൻ ചോദ്യം പൊതുവായിട്ട് ലൈക്ക് വുമണ് മിക്കവർക്കും വേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ആണെന്ന് തോന്നുന്നു അല്ലേ? അതുണ്ട്. അതൊരു നീടെന്ന് പറയാൻ പോലും പാടില്ല. അതൊരു ബേസിക് ഉണ്ടാവേണ്ടതാണ്. അതാണ് എനിക്ക് വേണ്ടെന്ന് ഒരിക്കലും പറയുമ്പോൾ. കാരണം അത് എല്ലാ റിലേഷൻഷിപ്പിലും അതൊരാള് സ്പെസിഫിക്കലി എടുത്ത് പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. അത് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അത് റിലേഷൻഷിപ്പ് എന്ന് മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിലായാലും ഒരു എന്താ പറയാ പ്രൊഫഷണൽ സൈഡിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ മനുഷ്യന്മാർക്കും നമ്മൾ നല്ലൊരു റെസ്പെക്ട് കൊടുക്കട്ടെ. എനിക്കൊന്ന് ബോയ്സ് മാത്രമല്ല ഗേൾസ് ആണെങ്കിലും എല്ലാം അല്ലേ കൊടുക്കണം. അത് കൊടുക്കേണ്ട കാര്യമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നേരത്തെ മറ്റേ യെസ് പറഞ്ഞിട്ട് ടൈപ്പ് അല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നത് അതൊരു റെസ്പെക്ട് ഇല്ലായ്മയല്ലേ? നീ വിചാരിച്ചാണല്ല നിന്റെ തലയല്ല വിചാരിച്ച ആളല്ലോ കേട്ടോ. അപ്പൊ ജഡ്ജ്മെന്റ് തെറ്റി. തെറ്റി
തെറ്റി, ജഡ്ജ്മെന്റ് തെറ്റി. പക്ഷെ ലിസബത്ത് ഇതുവരെ വേറെ ഇപ്പൊ ലൈക് ബേസിക് ആയിട്ടുള്ള സംഭവം പറഞ്ഞല്ലോ, അപ്പൊ ലിസബത്തിന്റെ നീഡ് ഇതുവരെ പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും ഒരു ഇത്തിരി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം, ഒരു രസം ഉണ്ടാവണം, ഒരു ഫൺ ഉണ്ടാവണം. അത്രയും ഇങ്ങനെ ഭയങ്കര ലുക്സും അതൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്ന ഒരാളേ അല്ല. ശരി, എനിക്ക് അങ്ങനത്തെ ഒരു അതൊക്കെ എനിക്ക് ഭയങ്കര സെക്കൻഡറി ആയിട്ടുള്ള കാര്യം. പക്ഷെ നമുക്ക് ഒരാളുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊരു നോട്ടം പോകാൻ വേണ്ടിട്ട് ലുക്ക് ഒരു ഫാക്ടർ ഇല്ല. എനിക്ക് ചിലപ്പോ മറ്റേ ഫസ്റ്റ് സൈറ്റിനേക്കാളും കൂടുതൽ ചിലപ്പോ എനിക്ക് സംസാരിച്ച് കഴിയുമ്പോ എവിടെയെങ്കിലും ലാസ്റ്റ് സൈറ്റ് ആണോ ഇഷ്ടം? ഫസ്റ്റ് സൈറ്റിനേക്കാളും കൂടുതൽ ഇഷ്ടം പിന്നെ എന്താ? അങ്ങനെയല്ല, ചില ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുമ്പോൾ തോന്നില്ല, പക്ഷെ അവരോട് ചിലപ്പോൾ സംസാരിച്ച് കഴിയുമ്പോൾ ഒരു കണക്ഷൻ ഒക്കെ ഫീൽ ചെയ്യും, ഒരു രസമൊക്കെ ഉണ്ടാവും. ചിലപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പം നിനക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരാളല്ല, സംസാരിച്ച് ഇപ്പൊ അന്ന് നമ്മൾ സെറ്റിൽ അധികം സംസാരിച്ചിട്ടുണ്ടായില്ല, ഇന്ന് നീ എന്നോട് ഇത്രയും നേരം സംസാരിക്കുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ആരെയൊക്കെ പിന്നീട് കണ്ട് സംസാരിക്കുമ്പോൾ ചിലപ്പം ഇങ്ങനൊരു കാര്യത്തിൽ നമ്മൾ കണക്റ്റഡ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യും, മനസ്സിലായോ? അങ്ങനെയൊക്കെ എനിക്ക് കണക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. അല്ലാണ്ട് ലുക്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സെക്കൻഡറി. എന്നെ അറിയാവുന്നവർക്ക് അറിയാം, എനിക്ക് അങ്ങനെ വലിയ ലുക്സിനെ കുറിച്ച് ചിന്തിക്കുന്നതല്ല. പക്ഷെ എനിക്ക് എന്നെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളെ ഇഷ്ടമാണ്. എന്നെ അങ്ങനെയല്ല, എനിക്കിരി കൂടുതൽ ഇഷ്ടം ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടം. ലിസബത്ത് പറഞ്ഞ പോലെ അതൊരു നീഡല്ല, അതാണല്ലോ സംഭവം. എന്നെ ഇഷ്ടപ്പെടണമല്ലോ അങ്ങനെയല്ല, പക്ഷെ അത് ഒത്തിരി എക്സ്പ്രസ് ചെയ്യില്ല ചിലവര്. അത് ഉണ്ടെങ്കിലും അത്ര എക്സ്പ്രസ് ചെയ്യില്ല. ഒരാൾ ഇഷ്ടമാണെങ്കിൽ അത്ര എക്സ്പ്രസ് ചെയ്യില്ല. എനിക്ക് എക്സ്പ്രസ് ചെയ്യുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടമാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടം. എനിക്ക് തോന്നുന്നില്ല പൊതുവായിട്ട് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, ഉള്ളിൽ ഇഷ്ടം പക്ഷെ എക്സ്പ്രസ് ചെയ്യില്ല. ഇപ്പൊ നമ്മളിലേക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അടുത്താണെങ്കിലും ഭാര്യയുടെ അടുത്താണെങ്കിലും ഗേൾ ഫ്രണ്ടിന്റെ അടുത്താണെങ്കിലും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അത് ഞാനും ഭയങ്കര ലേറ്റ് ആയിട്ടാണ് പഠിച്ചത്, നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഞാനും എക്സ്പ്രസ് കുറച്ച് ഞാൻ ഈവൻ ചിലപ്പം എക്സ്പ്രസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ലേറ്റ് ആയിട്ട് അത് പഠിച്ചത്. എപ്പോഴും എനിക്ക് മനസ്സിലായി അതാണ് ഒരാൾക്ക് വേണ്ടതും, എക്സ്പ്രസ് ചെയ്യുന്ന മറ്റാള്. എനിക്ക് തോന്നുന്നില്ല അത് തന്നെയാണ് ലൈക്ക് ഒരാൾ ജെന്യൂൻ ആണെന്നാണ് ഏറ്റവും നല്ല കാര്യം എനിക്ക് തോന്നുന്നു, അല്ലേ? എക്സ്പ്രസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആള് ജെന്യൂൻ ആവുകയാണ്. ലൈക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു കാര്യം ഇയാൾക്ക് ഇതാണ് വേണ്ടത്, അതെനിക്ക് കൊടുക്കാൻ പറ്റണം, അതൊക്കെ മനസ്സിലാവുന്ന. അല്ലെങ്കിൽ നമ്മളിപ്പോ എല്ലാം മനസ്സിൽ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ മറ്റേ ആൾക്ക് മനസ്സിലാവും, അല്ലേ? ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയണം, അല്ലേ? ഇഷ്ടമാണെന്ന് പറയണം, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. ഏത് ഞാൻ കളങ്കാവലിലെ ഒരു സംഭവം എന്നെ കമ്പയർ ചെയ്തോണ്ടിരിക്കുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കമ്പയർ ചെയ്യുന്നോ? ഞാൻ അതിനെ ഓർത്തിട്ടേ അല്ല. കഴിഞ്ഞ ആഴ്ച എന്നൊക്കെ പറയുന്നത് എന്തോന്നിത് ഇല്ലായിരുന്നു. അടുത്തൊരു വർഷത്തേക്ക് എത്ര പേരാണെന്ന് അങ്ങനത്തെ ഒരു സംഭവം, എത്ര പേര് മനസ്സിലാവുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. എന്ത് സ്പേസ് ഉണ്ടായിക്കോട്ടെ, അവൻ ഇവിടെ കിടന്നിട്ടുള്ളട്ടെ. ഇതിനെ കുറിച്ച് എന്താ പറയണ്ടേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉരുളാനാണോ? കുറച്ച് മുന്നേ ആക്കായിരുന്നല്ലേ കുറച്ച് സ്പേസ് എനിക്ക് ഉരുളാൻ വേണ്ടി, അല്ലേ? നീ ഉരുണ്ടിട്ട് പോരായിരുന്നു, ഞാൻ ഉരുളുന്നത്. ഞാൻ പറഞ്ഞ സത്യമുള്ള കാര്യാ, ഞാൻ പറഞ്ഞ ഒന്നും കള്ളത്തരമില്ല. എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞ സത്യസന്ധമായ ഒരു ഇന്റർവ്യൂ എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതാണ് ശരിക്കും നമ്മള് ഒരേ പ്രായക്കാര് അല്ലെങ്കിൽ ഒരേ വൈബ് ഉള്ളവര് ഒരുമിച്ച് സംസാരിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ബിറ്റാണ് ഇതിപ്പോ കണ്ടതല്ലേ? അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് പ്രായം വിട്, പ്രായം ഓക്കെ, ഞാൻ പറഞ്ഞു അത് ഞാൻ പിൻവലിച്ചു. പ്രായം നമ്പറാണ്, ശരിയാണ്. നമുക്ക് ചിലപ്പോൾ പ്രായമുള്ള കൂടിയവരുമായിട്ട് ചിലപ്പോൾ ഭയങ്കര കമ്പനി ആവാം, പ്രായം കുറവുള്ളവരായിട്ട് നമ്മൾ ഭയങ്കര കമ്പനി ആവും, അതല്ലേ ഉള്ളൂ. പക്ഷെ വൈബാണ് മെയിൻ. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം അവിടെ കിട്ടുന്നു, നീ തരുന്ന എനർജി എനിക്ക് കിട്ടുന്നു, ആ സാധനം അങ്ങോട്ട് ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പടത്തില് മെയിനായിട്ട് ഈ എറിച്ച് നിൽക്കുന്ന പരിപാടി മ്യൂസിക്കാണ്, അല്ലേ? പക്ഷെ നമ്മളിപ്പോ ഫസ്റ്റത്തെ ഷോ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുക, അല്ലേ? അപ്പോ അത് കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള പടത്തിന്റെ മ്യൂസിക് ഈസ് ലൈക്ക് നെക്സ്റ്റ് ലെവൽ. അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് പരിപാടി ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ബാക്കി സ്കോറുകൾ, പാട്ടുകളാണെങ്കിലും ഒന്നിനൊന്നും മെച്ചം.
ലൈക്ക് എനിക്ക് എന്റെ പ്ലേലിസ്റ്റിൽ കയറ്റാൻ തോന്നിയ പാട്ടുകൾ 1-2 ഉണ്ട് ഇതിനകത്ത്, പേഴ്സണൽ പ്ലേലിസ്റ്റിൽ. അപ്പം ഇതിനകത്ത് നിനക്ക് എന്താണ് അഭിപ്രായം നമ്മുടെ പടത്തിന്റെ മ്യൂസിക്കിനെ കുറിച്ച്? അടിപൊളിയാണ്, മ്യൂസിക് ഒക്കെ അടിപൊളിയാണ്. നമുക്ക് 3 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടല്ലേ, അടിപൊളി, 3 പേരും പൊളിച്ചില്ലേ, പിന്നെ പൊളിച്ച് തകർത്ത്. നമ്മളെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ സുരേഷ് പീറ്റേഴ്സ് അല്ലേ. ഓ ലൈക്ക് പുള്ളിയുടെ ഒരു തിരിച്ചുവരും. ഇപ്പൊ എന്റെയൊക്കെ കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ സത്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ പടത്തില് സുരേഷ് പീറ്റേഴ്സ് ചെയ്ത പടത്തില് അഭിനയിച്ചിട്ടുണ്ടെന്ന്. അങ്ങനത്തെ ഭാഗ്യം ഇപ്പൊ ആർക്കും കിട്ടാറില്ലല്ലോ. ആ സത്യം, അത് ശരിയാണല്ലോ പറഞ്ഞല്ലേ, അങ്ങനത്തെ ഭാഗ്യം ആർക്കും കിട്ടില്ലല്ലോ. സുരേഷ് പീറ്റേഴ്സ് ചെയ്ത പടത്തില് അഭിനയിക്കാൻ കിട്ടി. എനിക്കൊന്ന് പുതുമുഖങ്ങളായിട്ട് വന്ന ആൾക്കാർക്ക് ആർക്കും പറയാൻ പറ്റാത്ത ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയല്ലേ. ലൈക്ക് ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള, ഇത്ര അടിപൊളി, എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഒരുപാട് ചെയ്ത പുള്ളിയാണ്. അപ്പൊ അതിലെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന പാട്ടിട്ട് കൊടുത്താൽ ഡാൻസ് കളിച്ചോളൂ. പുള്ളിയുടെ പാട്ടിട്ട് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ മാത്രല്ല, അത് കേട്ട് കഴിഞ്ഞാൽ നീയും ഡാൻസ് കളിക്കും, ക്യാമറയുടെ പുറകെ ഇരിക്കുന്ന ചേട്ടനും ഡാൻസ് കളിക്കും അല്ലേ. അതാണ് വൈബ്, അതാണ് വൈബ്. ഓക്കെ, പറഞ്ഞു വന്നത് ആരാണ് എലിസബത്തിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ? എനിക്ക് ഹാരിസ് ജയരാജന് ഇഷ്ടാ, AR റഹ്മാൻ ഇഷ്ടാ, പിന്നെ ആരാ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അനിരുദ്ധിന് ഇഷ്ടാ. എനിക്ക് പാട്ട് ഇഷ്ടം, എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഒരു മ്യൂസിക് പാട്ടിനോടുള്ളൊരു തീരെ കഴിവില്ല, അതിന്റെ എപ്പിസോഡേ പോലും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പാട്ട് പാടുന്നവരെയും പാട്ടും ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ സിനിമയിലാണെങ്കിൽ നല്ലൊരു പ്രേക്ഷകനാവാനാണ് ആഗ്രഹിക്കുന്നത്? അന്നുവെച്ചാ സിനിമയിലും അങ്ങനെയൊക്കെ തന്നെയാണോ? നീ എന്തുവാണ് പറയണേ? മ്യൂസിക് ABCD അറിയത്തില്ലാത്തോണ്ട് കേട്ടോണ്ടിരിക്കുന്നു. അപ്പൊ സിനിമയോ? അഭിനയിക്കുന്നില്ലേ ഇപ്പൊ? കുഴപ്പമില്ല, പാടാൻ ഞാൻ പോണില്ലല്ലോ. എലിസബത്തിന് എന്ത് തോന്നുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഞാൻ പറയണത്, എന്ത് തോന്നുന്നു? കേറി വാ. പ്രിൻസേ, നിനക്ക് ഈ പടത്തിനെ കുറിച്ച് ഓഡിയൻസിനോട് പറയാനുള്ളത് എന്താ? ഓഡിയൻസിനോട് ഇപ്പോ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ക്രിസ്മസിന് ഫാമിലി ആയിട്ടൊക്കെ നല്ല രീതിക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണിത്. ഇത് ഞാൻ ലൈക്ക് അത്യാവശ്യം കോമഡി ഉണ്ട്, അത്യാവശ്യം എല്ലാം ഉണ്ട്. ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പടം മൊത്തം. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഒരു നല്ല വർക്കാണ്, നമ്മൾ ത്രൂ ഔട്ട് വരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഓഡിയൻസ് ആണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. അവരാണല്ലോ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്ന സംഭവം, അവരാണല്ലോ നമ്മൾ പൊക്കിക്കൊണ്ട് വരേണ്ടത്. അപ്പോൾ അവർ പോയി കണ്ടാൽ മാത്രമല്ലേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ അവർ കാണുക, ജെന്യുയിനായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഇനിയാണെങ്കിലും അടുത്തടുത്ത പരിപാടികൾ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുക. ആസ് ആൻ ആക്ടർ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ ഞാൻ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തു, അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഓരോരോ ഫീഡ്ബാക്ക്സ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് ഒരുപാട് ലൈക്ക് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ലൈക്ക് ലൈഫിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ആസ് എ പേഴ്സൺ ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും വളരാൻ പറ്റുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ലൈക്ക് പ്രേക്ഷകരത് കാണുക, നല്ലൊരു ഫീഡ്ബാക്ക് തരിക, ജെന്യുയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വളരുക. ഇപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ പടം ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ എൻജോയ് ചെയ്ത് വരാൻ പറ്റും, ഫ്രണ്ട്സായിട്ട് പോവുകയാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു അടിപൊളി പടമാണ്. അപ്പോൾ അതല്ല അടിയപ്പേര് കൂട്ടമണി പോലത്തെ ഒരു പടത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫാനാണ് ഞാൻ ആ പടത്തിൻ്റെ. അപ്പോൾ അതുപോലൊരു പടത്തിൻ്റെ ഡയറക്ടറുടെ അടുത്തൊരു പടം. അപ്പോൾ ആ ഒരു മൂഡിൽ അങ്ങ് പോവുക, കാണുക, എൻജോയ് ചെയ്യുക. പിന്നെ ഒരുപാട് ലോജിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ലോജിക്കൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരിക, എൻജോയ് ചെയ്യുക. പിന്നെ എനിക്ക് തോന്നുന്നു 2.5 മണിക്കൂർ എന്നുള്ളൊരു സംഭവം തിയേറ്ററിൽ പോകുമ്പോൾ എൻജോയ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണല്ലോ. നമ്മൾ കെയർ ഫ്രീ ആവുക, നമ്മൾ സ്ട്രെസ് വിടുക, നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് കളയുക. അതിന് പറ്റിയൊരു പടമാണിത്. നമ്മൾ വേറൊരു ലോകത്താണല്ലോ. ലൈക്ക് ഇതുപോലെയൊക്കെ ഇതിനകത്ത് നടക്കുമെന്ന് അറിയത്തില്ല, മെയിനായിട്ട് ലൈക്ക് നമ്മുടെ ലൈഫിലൊക്കെ നടക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ വേറൊരു ടൈപ്പ് സംഭവം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ചിന്തിച്ച് അതിൽ നിന്നുള്ള ഹാപ്പിനെസ്, പോസിറ്റിവിറ്റി എടുത്തുകൊണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാം. അതാണ് എൻ്റെ ഒരു ഇത്. എലിസബത്തിന് എന്നാ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇത് തന്നെ, ഈ വെക്കേഷൻ സമയത്ത് എല്ലാ പിള്ളേർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ. പറഞ്ഞ പോലെ തന്നെ കപ്പിയാറിൻ്റെ ഡയറക്ടറാണ് വർഗീസ് ഏട്ടൻ. അപ്പോൾ ആളുടെ ഒരു സിനിമ, ആളുടെ സ്വന്തം ഒരു ക്രിയേഷൻ. ഇതുപോലെ തന്നെ അധികം ലോജിക് ഇട്ട് നമ്മൾ ചിന്തിക്കാതെ സ്ട്രെസ് ഫ്രീ ആയിട്ട് കാണേണ്ട ഒരു സിനിമ. ബൈ.